അതെ നമ്മളിപ്പോൾ എവിടേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പോകുന്നത് ഷാരൻ പറയും. ഷാരൻ, നമ്മളിപ്പോൾ പോകുന്നത് ജർമ്മനിയിലെ വളരെ പ്രശസ്തമായൊരു സ്ഥലത്തേക്കാണ്. സ്ഥലത്തിൻ്റെ പേരാണ് നമ്മുടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് 15ാമത്തെ നമ്പർ വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ വേണം. ഏകദേശം ഒരു 10 സ്റ്റോപ്പ്, 10 അല്ല 12 സ്റ്റോപ്പ് അടക്കമുണ്ട്. നേരെ അവിടെ നിന്ന് ലാസ്റ്റ് സ്റ്റോപ്പാണ്. ലാസ്റ്റ് സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്നൊരു ചെറിയ വ്യൂ നേരെ കയറണം. ഞങ്ങൾ പോണതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. ആനന്ദ്പുരം അവിടെ ഒരു 10 ഏക്കർ സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്. അത് വിലപേശി ഉറപ്പിക്കാൻ വേണ്ടി പോവാണത്. ആനന്ദ്പുരം സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്. ഇതാണ്ട് അതാ കാണുന്ന ബിൽഡിങ്ങില് ആ ഒരു കോട്ടയാണ്. കോട്ട കഴിഞ്ഞു. ഞാൻ ആ കോട്ടൻ്റെ അടുത്തേക്കാൻ പോണത്. നേരെ നടന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ ഇതാണ് വഴി. നേരെ ഇതിൻ്റെ മേലേക്ക് അതിൻ്റെ മേലേക്ക് കയറി പോകാൻ ഉദ്ദേശിക്കുന്നത്. സിയാദേ, ഇതല്ലേ വഴി? ഇതേ വഴി. ഈ പാലം കയറി നമ്മൾ അവിടെ എത്തണം. ആ കോട്ട് അതൊരു പഴയൊരു കോട്ടാണ്. ബാക്ക് ഇതാണ് ആ വലിയ ബിൽഡിംഗ്. ഞങ്ങൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും അത്രയും പിള്ളേരുണ്ട്. ഒരു കാര്യത്തിലാണ് വന്നിട്ടുണ്ട് എല്ലാവരും. സുജിയെ നടക്ക്. എന്നെ കണ്ടില്ലടാ. നിന്നെ കണ്ട് എല്ലാവരും കണ്ട്. പിന്നെ നേരെ ഇവിടുത്തെ വെള്ളം പറഞ്ഞാൽ കുറച്ച് ചളി ഉണ്ടോ എന്ന് ഡൗട്ട് കേട്ടോ. ചെറിയൊരു ടൂറിസ്റ്റ് ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ചെറിയൊരു ടൂറിസ്റ്റ് ഏരിയ. അത്യാവശ്യം ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെയാണ് നാട്ടിലെന്നുണ്ടെങ്കിൽ വൈബാണ് ഗൈസ്. ഇവിടുത്തെ വെള്ളം കുറച്ച് ഇതുപോലത്തെ ഒരു ഇത് നോക്ക്. നെല്ലിയാമ്പതിൻ്റെ ഫീലൊക്കെയാണ്. നമുക്ക് കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. ചെറിയ ബോട്ടിങ്. നമുക്ക് അവിടെയാണ് എത്തേണ്ടത്. അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. പിന്നാലെ നമ്മുടെ പൂളുണ്ട്. സുജിക്കുട്ടൻ വളരെ കാമായിട്ടുള്ളൊരു സ്ഥലമാണ്. സുജിക്കുട്ടാ, ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്നറിയോ? ഇവിടെ ഐതിഹ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു ഓസ്ട്രിയ പോയ പോലെ ഒരു ഫീലുണ്ട്. പക്ഷെ അവിടെ ടൗൺ ഏരിയ ഇത് പക്ഷേ ഡെവലപ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമമാണിത്. ഇവിടെ ഫുള്ള് കൃഷി, പശു ഫാം. പിന്നെ ചെറുപ്പം മുതലേ എനിക്കൊരു കൃഷിയോടും ഫാമിനോടും ഒക്കെ താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ പിള്ളേരെ പൊക്കിയെടുത്ത് കൊണ്ടുവന്നാണ്. ഇവരൊക്കെ ആദ്യം എതിർപ്പായിരുന്നു ഇങ്ങോട്ട് വരാൻ. ഇവനൊക്കെ വർക്കിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പിടിച്ചുകൊണ്ട് വന്ന ക്ലിൻ്റെ ആദ്യം എൻ്റെ ഇവിടെ നിന്ന് കാണിച്ചത് കണ്ടോ എന്ത് ബ്യൂട്ടിഫുള്ളാണ്. ഒക്കെ മുട്ടക്കുന്നു അടുത്ത സ്ഥലങ്ങൾ. ഈ വീടിനൊക്കെ 10-100 വർഷം 200 വർഷം പഴക്കമുള്ള വീടുകളാണ്. ഇത് സാമ ഇത് ബാങ്കാണ് കേട്ടോ. അല്ല, ഈ ബിൽഡിങ്ങിനൊക്കെ 100 വർഷത്തിനടുത്ത് പഴക്കമുണ്ട്. ഇത് ഇവിടുത്തെ റാത്തോസാണ്. റാത്തോസ് എന്ന് പറയുമ്പോൾ വില്ലേജ്, നമ്മുടെ നാട്ടിലെ വില്ലേജ്, ആ ഒരു വൈബാണ്. അതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. ഇതാ ആനന്ദ്. വേണ്ട ഒരു വീട് തമ്മിൽ പാലം.
വീട് പിന്നെ വേണ്ട ഇവിടെ തൊടല്ലേ കേട്ടോ. ഈ കാണുന്ന വഴി കൂടെയാണ് പോകണം. സിയാതെ വഴി തെറ്റൊന്നുമില്ലല്ലോ? വഴി തെറ്റില്ല. നമ്മൾ ആനന്ദപ്രഭയാണ് നമ്മളെ കോർഡിനേറ്റ് ചെയ്യുന്നത്. നേരെ മുകളിൽ അതുകൊണ്ട് വഴി പഴച്ചു എന്ന് പറയാണ്ടിരുന്നു. എന്താ ചെയ്യാ? ഇല്ല, അവൻ കറക്റ്റ് വഴിയെ ചോദിച്ചിട്ടുണ്ട്. സിയാതെ ഇവിടെ കുറേ റോസാപ്പൂക്കളൊക്കെ കുറേ നല്ല കളറുള്ളതുണ്ട്. ഇഷ്ടം പോലെ വെള്ളയുണ്ട്, റോസ് ഉണ്ട്, പിന്നെ ഇത് പർപ്പിൾ. ഇവിടുത്തെ റോസാപ്പൂവൊക്കെ ഇത് വെള്ളയാണ്, അത് മറ്റേ റോസ് കളറുണ്ട്, റെഡ്, പിന്നെ ഇത് പർപ്പിളല്ല. അങ്ങനെ ഒരു 3 ടൈപ്പ്. ഇത് മലയ്ക്ക് പോണ വഴിയാണ്. മലയോ? മറ്റേ കോട്ടയ്ക്ക് പോണ ഒരു വഴിയാണ്. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല, ഇത് ഇവിടുത്തെ കല്ലുകളാണ് കേട്ടോ. ആ മലൻ്റെ കല്ലുകളായിരിക്കും. ഇവിടെ ഞാൻ എഴുതിയൊന്നും വെച്ചിട്ടില്ല, വെറും ഒരു പ്രദർശനം മാത്രം. ഇതിലെന്തൊക്കെയോ ഹിസ്റ്ററി ഉണ്ട്, പക്ഷേ ജർമ്മൻ ആയതുകൊണ്ട് നമ്മൾ ആയതുകൊണ്ടും നമുക്കിതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയത്തില്ല. ഇതാണ് കൾമൂൺസിൻ്റെ പഴയ കോട്ട. ഒരു സെക്കൻഡ് ഗൈസ്, ഒന്ന് ഫോട്ടോ എടുത്തില്ല. ഇവനെ ഇതിനെക്കുറിച്ച് അറിയാം. ഇവന് ഇതിനുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. ഇത് ഈ താഴെ ഒരു കുരിശടി പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. മിക്കവാറും ഇതിലിങ്ങനെ കുരിശിൻ്റെ ഒരിക്കൊക്കെ പോകുന്ന പോലെ ഈ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ കയറുന്നില്ലേ, അതുപോലെ സെറ്റപ്പ് വേണം. അതായത് ഈ സ്റ്റെപ്പൊക്കെ ഇതിലെ ഇങ്ങനെ കയറുന്ന സെറ്റപ്പാണ്. താഴെ ഒരു കുരിശും കണ്ടു. ആ കുരിശായിട്ട് ഇതിൻ്റെ മേലെ കയറും? കുരിശായിട്ടല്ല, ഇങ്ങനെ ആൾക്കാർ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ നമ്മൾ കുരിശുമല കയറാൻ വേണ്ടി പോകില്ലേ, ആ സെറ്റപ്പ്. അപ്പോൾ ഇതിൻ്റെ മേലെ എന്തെങ്കിലും ഉണ്ടാവോ? എന്തെങ്കിലും കാണുമായിരിക്കും, അതുമായിട്ടല്ലേ പോകുന്നത്. ഓക്കെ, അപ്പം എന്തേലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കാണും. ഓക്കെ, സെറ്റ്. എന്തായാലും നോക്കാം. ഈ കുരിശിനൊഴിക്ക് വന്നില്ലടാ, താഴെ ഒരു കുരിശിരിയൊക്കെ വന്നിട്ടില്ലേ? കുറച്ച് കയറാണ്ട് കയറി പോകുമ്പോൾ നല്ലൊരു വ്യൂ കാണാൻ പറ്റുന്നുണ്ട് കേസ്. ഇത് കുറച്ച് കയറാണ്ട്. അവിടെ നിന്ന് നല്ലൊരു വ്യൂ ഉണ്ട് കേസ്. ഇതൊരു പള്ളി. വെള്ളം ഇങ്ങനെ സ്പിൻഡിലേക്കൂടെ കറങ്ങുന്ന കുറച്ച് കുത്തനെയുള്ള കയറ്റങ്ങളൊക്കെ ഉണ്ട്. നല്ലോണം കയറാണ്ട് ബസ്. നേരെ ഈ വെള്ളക്കമ്പികൾ കാണുന്നത് നേരെ കയറാനുള്ളതാണ് മൊത്തം. അല്ല, ആനന്ദൊക്കെ ഇടയ്ക്ക് ഷോർട്ട് കട്ടൊക്കെ എടുക്കുന്നുണ്ട്. എടാ കറക്റ്റ് ക്ലിന്റ് മൊത്തത്തിൽ വീക്കായി. ക്ലിന്റിൽ ഞാൻ പൊക്കിയെടുത്ത് വരേണ്ടി വരും തോന്നുന്നത്. ഇനിയും കുറേ കയറാണ്ട് കേസ്. വിചാരിച്ച പോലെയല്ല, ഇത്തിരി നല്ല കയറ്റമുണ്ട്, പക്ഷെ എല്ലാവരും സ്റ്റെപ്പുണ്ട്. അതെ, ഇനിയും കയറാണ്ട? ഇനിയുണ്ട്, പക്ഷെ എത്താറായിട്ടുണ്ട്. കേറിക്കോ, റെസ്റ്റ് ഇല്ല. നിനക്കെന്ത് പറ്റി? ടയർഡായി.
കുറച്ചും കൂടെ ഉള്ളു. മൊത്തത്തിൽ ടയർഡായി. പക്ഷെ നമ്മൾ തളരില്ല, നമ്മൾ എത്താറാവും. പക്ഷേ ക്ലിൻറ്റ് തളർന്നു. ക്ലിൻറ്റ് ഞാൻ പിടിച്ച് കയറ്റേണ്ട അവസ്ഥയാണ്. വാടാ ക്ലിൻറ്റ്, ഉണ്ണിക്കുട്ടി നടക്കേ. പക്ഷെ കയറിക്കഴിഞ്ഞ് അകത്തേക്കുള്ള വഴിയും കേസ്. ഇത്തവണ മലയാറ്റൂർ പോയില്ല. ഇവിടെ നല്ല വ്യൂ ഉണ്ട് കേസ്. ഇത് പോയി. ഇത് കാടാണ് കേസ്. ഇത്ര ഹൈറ്റ് എന്ന് നിങ്ങളെ ഞാൻ തല്ലിടും. സാമിനെ ഞങ്ങൾ കോട്ടയെത്തി. പുള്ളിക്കറിയില്ല. ആവേശം വേണ്ട. ഇവിടെ നല്ല സ്പോട്ടാണ്. കണ്ണിന്റെ പിക്സൽ അല്ലേ? അതാണ് സാം. ഇവിടെ നല്ല വ്യൂസ് ഉണ്ട് കേസ്. അതാരാ? അതാരാ? ഒരു മൂന്നാമൻ. ഇനി അടുത്തത് ഇതാ ഇതിൻ്റെ മേലെ കയറി എന്നുള്ള ഒരു വ്യൂ കാണിച്ചു തരാം ഗൈസ്. ആനന്ദ് മുകളിൽ നൈസാണോ? ആ എന്നപ്പ വരാം. ഇതാണ് കേസ് ഇതിൻ്റെ വഴി. ക്ലോസ് സെൽസ്. മൊത്തം ഇരട്ടാൻ കേസ്. മുകളിലെത്തിയിട്ട് കാണിച്ചു കേസ്. മുകളിലെത്തിയിട്ടുണ്ട്. അല്ല, എനിക്കൊരു മീറ്റിങ്ങിന് വേണ്ടി ഞാൻ പോയത്. അത് പാസ് ചെയ്ത ഫോട്ടോ എടുക്കാൻ ഞാനിത് 2 ദിവസം ഒരു നല്ല പണി വരുന്നു. ശരണേ വീഡിയോ എടുത്തില്ല. ജർമ്മനിടാ. അച്ഛനടുത്ത് ആരും നേരിന്റെ മുകളിൽ കയറി നിൽക്കണം. എല്ലാവരും ഉണ്ട്. സംഗീത, ക്ലിൻറ്റ്, സിയാദെ, ബിമിലെ, സാം, ഷാരോൺ, ആനന്ദ്.
ഡോക്യുമെന്റ് അയക്കാണോ? ഇല്ല ഇല്ല ഇല്ല, ശരി ശരി, ഞാൻ വിളിക്കാം. ഇവിടെ ഒരാളിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഓരോ ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാള് പുതിയതാണ്, ഇവിടെ അറിയത്തില്ല. പുതിയതായിട്ട് വന്നതാണ് തോന്നുന്നു. സിയാദ്, ഈ ക്യാൻസലിനെ കുറിച്ച് എന്താ അഭിപ്രായം? ഞാൻ പറഞ്ഞ കഥ കൊടുക്കാം. വീട്ടിൽ മരിച്ച ആൾക്കാരുടെ യൂറോപ്പിൽ മരിച്ച ആൾക്കാരുടെ തെറ്റാണ് പറയുന്നത് guys. ഇത് കാസിലിനെ പറ്റി ഒരു ചരിത്രമുണ്ട്. ഈ കാസിൽ ഇവിടെ പണ്ട് രാജാക്കന്മാരാ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ രാജാവിൻ്റെ പ്രവൃത്തി ശരിയല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ സിറ്റിസൺസ് ഇത് പഴയ ബിൽഡിങ്സ് ആണ്. ഈ സിറ്റിസൺസ് ഇവർ തമ്മിൽ യുദ്ധം നടന്ന് അങ്ങനെ പൊളിച്ചതാണ്. കിങ്ഡം പൊളിച്ചിട്ട് അവർ തമ്മിൽ ഫൈറ്റ് ഉണ്ടായി. സിവിലിയൻസ് തന്നെ ചേർന്ന് ഇവിടെ ഫൈറ്റ് ചെയ്ത് എന്നിട്ട് അവസാനം സിവിലിയൻസ് ആണ് ജയിച്ചത്. ഓക്കെ, അപ്പോൾ അതിൽ കുറേ ആൾക്കാർ മരണപ്പെട്ടു. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത്. ഈ ഒരു സ്റ്റാച്ചു വെച്ച് ആനന്ദ് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മേലെ നിന്ന് ഇറങ്ങി ഗ്യാസ് നേരെ ഇപ്പോൾ നേരെ ചെറിയ ടൗണ് തിരിച്ചവിടെ എത്തി. ഉമ്മർത്ത് ചെറിയ പള്ളിയൊക്കെ ഉണ്ട്. ടയർഡ്, എല്ലാവരും ടയർഡായിരുന്നു. ഇപ്പോൾ സമയം എത്രയും 7 മണിയായിരുന്നു. ഇപ്പോൾ ഏകദേശം 7 മണിയായി. അരമണിക്കൂറുള്ള ബസ് കിട്ടും. നേരെ ബസ് സ്റ്റോപ്പിക്ക്. ഇന്ന് നമ്മൾ പിള്ളേർ കൂടുതലുണ്ട്, വണ്ടി എടുത്തില്ല. അപ്പോൾ ബസ്സിലാണ് വന്നത്. വണ്ടി വരും കുറച്ച് ദൂരം കൂടുതൽ ബസ്സാണ്. അതാണ് ഡിബിക്ക് കുറച്ച് പൈസ ആയിക്കോട്ടെ. നമ്മളെന്തായാലും 29 രൂപ വിമാനം പിടിച്ചോട്ടെ. DB രക്ഷപ്പെട്ടോട്ടെ അവർ അല്ലേ. കുറേ ഫോട്ടോസ് ഒക്കെ എടുക്കും. എന്താ ഫോട്ടോഗ്രാഫർ അല്ല നാണം വന്നു. ചെറിയ ടൗൺ. ഇത് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റ് കഴിഞ്ഞാൽ ബസ് കിട്ടും. അല്ലേ ചെയ്യാതെ ഇവിടെ നല്ല കുറച്ച് ഈ പാലം ക്രോസ് ചെയ്യണം. പാലം ബസ് ഇതിൻ്റെ മേലെയാണ് കേസ് കയറിയത്.